Hi friends, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പുതിയൊരു ചാപ്റ്ററാണ് റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. മൂന്നാമത്തെ ചാപ്റ്ററായ റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആ ചാപ്റ്ററാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും, ഇംഗ്ലീഷുകാരുടെ മാത്രമല്ല ഫ്രഞ്ച്, പോർച്ചുഗീസ് അവരുടെ എല്ലാം ആഗമനവും കച്ചവട ഉദ്ദേശങ്ങളുമെല്ലാം വിശദമായിട്ട് തന്നെ നോക്കി. അതിൽ അവസാനം ഇംഗ്ലീഷുകാരാണ് ഇന്ത്യയിൽ അവസാനമായിട്ട് അവരുടെ ആധിപത്യം സ്ഥാപിച്ചത്. ഇംഗ്ലീഷുകാർ അവരുടെ ഡോമിനേഷൻ ഫസ്റ്റ് ബംഗാളിലാണ്. അവരവരുടെ കച്ചവടത്തിൻ്റെ ആധിപത്യം ഫസ്റ്റ് സ്ഥാപിച്ചത് ബംഗാളിലാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നൊരു കമ്പനിയുടെ കീഴിലാണ് അവരുടെ ലീഡർഷിപ്പ്, ആ കമ്പനിയുടെ ലീഡർഷിപ്പിൻ്റെ കീഴിലാണ് ഇന്ത്യയിൽ അവർ ഭരണം തുടർന്നു കൊണ്ടുപോയത്. അതിനുശേഷം അവർ എല്ലാ സെക്ഷനിലും അവരവരുടെ ഭരണം തുടർന്നു കൊണ്ടുപോയി. ഈ ചാപ്റ്ററിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ചെറുത്തുനിൽപ്പും അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവും, റെസിസ്റ്റൻസ് ആൻഡ് ദ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണ് ചാപ്റ്ററിൻ്റെ പേര്. റെസിസ്റ്റൻസ് മീൻസ് ചെറുത്തുനിൽപ്പ് ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങുന്നത് നഗോഡാസിനെ പറ്റി പറഞ്ഞിട്ടാണ്. തമ്പ് ഓഫ് ദി നഗോഡാസ്, തമ്പ് മീനിങ് തന്തവിരൽ, thumb of the Nagodas. Nagodas were the sericulturists of Bengal. Weavers from various countries came to buy the silk they produced. Nagodas ആരായിരുന്നു? Nagodas were the sericulturists of Bengal. ബംഗാളിലെ സെറികൾച്ചറിസ്റ്റ് ആയിരുന്നു നഗോഡ. സെറികൾച്ചറിസ്റ്റ് എന്ന് വെച്ചാൽ പട്ടുനൂൽ പുഴു കൃഷി, അതാണ് സെറികൾച്ചറിസ്റ്റ്. പട്ടുനൂൽ പുഴുവിൽ നിന്നും സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന വീവേഴ്സിനെയാണ് നമ്മൾ സെറികൾച്ചറിസ്റ്റ് എന്ന് പറയുന്നത്. പല പല രാജ്യങ്ങളിൽ നിന്നുള്ള വീവേഴ്സ് ഇവരുടെ സിൽക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ബംഗാൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിന് കീഴിലായതിനു ശേഷം ആ കമ്പനിയിലുള്ള ഒഫീഷ്യൽസ്, അധികാരികൾ ബിഗാൻ ടു എക്സ്പ്ലോയിറ്റ് നഗോഡാസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി, ചൂഷണം ചെയ്യാൻ തുടങ്ങി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ജോലി ചെയ്യാൻ നഗോഡാസ് കമ്പൽ ചെയ്യപ്പെട്ടു, നിർബന്ധിക്കപ്പെട്ടു. ദേ വർ മെയ്ഡ് ബോണ്ടഡ് ലേബേഴ്സ് ഓഫ് ദി കമ്പനി. അവർ കമ്പനിയുടെ സ്ഥിരം തൊഴിലാളികളായിട്ട് മാറി. അവർക്ക് മറ്റുള്ള കച്ചവടം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി, അവസരം ഇതോടുകൂടി അവർക്ക് നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. കമ്പനിയുടെ കീഴിൽ ശരിക്കും അവർ അടിമകളെ പോലെ പണിയെടുക്കേണ്ടി വന്നു. കമ്പനിയുടെ ആജ്ഞകൾ ധിക്കരിക്കുന്ന വർക്കേഴ്സിനെ അവർ ടോർച്ചർ ചെയ്തു, പീഡിപ്പിച്ചു. ഈ വീവേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാനും അവർ പിടിച്ചെടുത്തു. അതുകൂടാതെ അതുകൊണ്ടാണ് അവർ ഒരുമിച്ച് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ, ഈ വീവിങ് എന്നുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഓക്യുപ്പേഷൻ ഉപേക്ഷിക്കാൻ അവർ നിർബന്ധിതരായത്. അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഒന്നും കമ്പനി നൽകിയിരുന്നില്ല. അതുകൊണ്ട് അവരെന്താ തീരുമാനിച്ചത്? ദേ ഡിസൈഡഡ് ടു കട്ട് ഓഫ് ദെയർ തംസ് ആസ് എ പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ പോളിസീസ് ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ പോളിസികൾക്ക് എതിരായിട്ടുള്ളൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ അവരവരുടെ തള്ളവിരൽ കട്ട് ഓഫ് ചെയ്തു, മുറിച്ചു മാറ്റി. ദിസ് വാസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് ഈവൻറ്റ്. ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമായിരുന്നില്ല. The company rule adversely affected all the workers engaged in traditional occupation. ഈ ട്രഡീഷണൽ ആയിട്ടുള്ള, അതായത് പാരമ്പര്യമായിട്ടുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വർക്കേഴ്സിൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. There were uprisings in different parts of our country against this. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ജോലിക്കാർ ഇതിനെതിരായിട്ട് പോരാടാൻ തീരുമാനിച്ചു. ഹൂ വർ എക്സ്പ്ലോയിറ്റഡ് അണ്ടർ ദ കമ്പനി റൂൾ. ഈ കമ്പനി റൂളിൻ്റെ കീഴിൽ ആരൊക്കെയാണ് ഇതുപോലെ എക്സ്പ്ലോയിറ്റ്, ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്നത്? ആരൊക്കെയാണെന്ന് നോക്കാം. ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബൽസ്. ഇവരൊക്കെയാണ് ഈ കമ്പനി റൂളിൻ്റെ കീഴിൽ ഇതുപോലെ ചൂഷണത്തിന് ഇരയായവർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഗെയിൻസ്റ്റ് ദ ഫാമേഴ്സിനെതിരായിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനാണ് പഠിക്കാൻ പോകുന്നത്. With the subjugation of Bengal, the attention of the company shifted to the rich agricultural sector of the region. ബംഗാൾ പിടിച്ചെടുക്കിയതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള, റിച്ച് ആയിട്ടുള്ള അവരുടെ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള നേട്ടങ്ങളിലാണ് കമ്പനി ശ്രദ്ധ പതിപ്പിച്ചത്. The aim was to exploit the maximum resources. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? Was to exploit the maximum resources. പരമാവധി റിസോഴ്സസ്, അതായത് വിഭവങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്, ചൂഷണം ചെയ്യാനാണ് അവരുടെ
വാട്ട് വർ ദ സ്ട്രാറ്റജീസ് ദേ അഡോപ്റ്റഡ്? എന്തൊക്കെ തന്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്? ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. നോ ടാക്സ് കൺസെഷൻസ് were sanctioned even when drought and flood destroyed the agriculture. ഒന്നാമത്തെ പോയിന്റ് ഒന്നുകൂടെ പറയാം. ലെവിഡ് ഹെവി ടാക്സസ് ഓൺ ഫാമേഴ്സ്. ഫാർമേഴ്സിൻ്റെ മേൽ അവർ ഭാരിച്ച ടാക്സ് ചുമത്തി. നെക്സ്റ്റ് പോയിന്റ്, നോ ടാക്സ് കൺസെഷൻസ് were sanctioned even when drought and flood destroyed the agriculture. അതായത് അവർ യാതൊരു തരത്തിലുള്ള കൺസെഷൻസ് അനുവദിച്ചിരുന്നില്ല, ഈ നികുതി ഇളവ് അനുവദിച്ചിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ കൂടി വെൻ ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് ഡിസ്ട്രോയിഡ് ദ അഗ്രികൾച്ചർ, കൃഷി ഫ്ലഡ് അതായത് വെള്ളപ്പൊക്കമോ വരൾച്ചയോ നശിപ്പിച്ചാൽ കൂടി അവർക്ക് യാതൊരു വിധത്തിലുള്ള ടാക്സ് കൺസെഷനും അനുവദിച്ചിരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, മിഡിൽ മെൻ സെമീന്ദാസ് were assigned to the duty of collecting tax. സെമീന്ദാസ് ആണ് മിഡിൽ മെൻ എന്നറിയപ്പെടുന്നത്. സെമീന്ദാസ് അവർക്കാണ് ടാക്സ് കളക്ട് ചെയ്യാനുള്ള ഡ്യൂട്ടി കൊടുത്തിരുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇമ്പോസ്ഡ് ദി കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. ടാക്സ് മൊത്തം ക്യാഷിൻ്റെ പൈസയുടെ രൂപത്തിൽ വേണമെന്ന് അവരൊരു കണ്ടീഷൻ ചുമത്തി. ഇമ്പോസ്ഡ് ദി കണ്ടീഷൻ ദാറ്റ് ദ ടാക്സ് വാസ് ടു ബി പെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ്. നെക്സ്റ്റ് പോയിന്റ് കൊടുത്തേക്കുന്നത്, ദ ഫാമേഴ്സ് ഹാഡ് ടു ഡിപ്പെൻഡ് ഓൺ സാഹൂസ്, ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഫാമേഴ്സിന് സാഹൂസ് എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്, പൈസയ്ക്ക് കൊടുക്കുന്ന പ്രൈവറ്റ് മണി ലെൻഡേഴ്സാണ് സാഹൂസ്. അവരെ ആശ്രയിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ലോൺസ് അറ്റ് എ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഈ ക്യാഷായിട്ട് ടാക്സ് കൊടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പൈസ ഇല്ലാതിരുന്ന സമയത്ത് അവർക്ക് ഈ ഫാമേഴ്സിന് ആരെ ആശ്രയിക്കേണ്ടി വന്നു? സാഹൂസിനെ ആശ്രയിക്കേണ്ടി വന്നു. സാഹൂസ് മീൻ ദ പ്രൈവറ്റ് മണി ലെൻഡേഴ്സ്. നെക്സ്റ്റ് പാരഗ്രാഫ്, the company identified that the fertile fields of Bengal were much favorable for growing the commercial crops like cotton, jute and indigo. അതായത് ബംഗാളിലെ ഫലഭൂയിഷ്ടമായ മണ്ണ്, ഫെർട്ടൈൽ ഫീൽഡ്സ് എന്തിനൊക്കെ ഫേവറബിൾ ആയിരുന്നു? ഫോർ ഗ്രോയിങ് ദ കൊമേഴ്ഷ്യൽ ക്രോപ്സ് ലൈക്ക് കോട്ടൺ, ജ്യൂട്ട് ആൻഡ് ഇൻഡിഗോ. കൊമേഴ്ഷ്യൽ വിളകളായ കോട്ടൺ, ജ്യൂട്ട് ആൻഡ് ഇൻഡിഗോ ഇവ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഫെർട്ടൈലായിട്ടുള്ള സോയിലാണ് ബംഗാളിലേത്. അത് കമ്പനി തിരിച്ചറിഞ്ഞു. ഈ റോ മെറ്റീരിയൽസ് അവർക്ക് ഇംഗ്ലണ്ടിലേക്കുള്ള അവരുടെ വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരിവിടെ ഉൽപ്പാദിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ അനന്തരഫലമായിട്ട് അവരെന്താണ് ചെയ്തത്? Consequently they decided to expand its cultivation and force the farmers to do so. ഫാമേഴ്സിനെ അവർ നിർബന്ധിച്ചു തുടങ്ങി. എന്തിനു വേണ്ടിയിട്ട്? ഈ കോട്ടൺ, ജ്യൂട്ട്, ഇൻഡിഗോ ഇവ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കൾട്ടിവേഷന് വേണ്ടിയിട്ട് അവർ ഫാമേഴ്സിനെ നിർബന്ധിച്ചു തുടങ്ങി. The fields that were used only for the cultivation of food crops changed into the plantations of cotton, jute and indigo. അത്രയും നാളും ഫീൽഡ്സിൽ ഫുഡ് ക്രോപ്സ് മാത്രമാണ് അവർ കൃഷി ചെയ്തിരുന്നത്. അതിന് പകരമായി അവർക്ക് ഫുഡ് ക്രോപ്സിന് പകരമായിട്ട് അവർക്ക് ഇതുപോലുള്ള ഈ കോട്ടൺ, ജ്യൂട്ട്, ഇൻഡിഗോ പോലുള്ള വസ്തുക്കൾ കൃഷി ചെയ്യാനായിട്ട് അവർ നിർബന്ധിതരായി. ആസ് എ റിസൾട്ട് ഫാമേഴ്സ് ബിക്കെയിം ലാൻഡ്ലെസ് ആൻഡ് വർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബേഴ്സ്. അതിൻ്റെ ഫലമായി കർഷകർ ലാൻഡ്ലെസ് ആയി, അതായത് ഭൂരഹിതരായി, ഭൂമിയില്ലാത്ത അവസ്ഥയിൽ എത്തിപ്പെട്ടു. ആൻഡ് വർ ഫോഴ്സ്ഡ് ടു ബിക്കം ലേബേഴ്സ്, തൊഴിലാളികളായി തുടരാനായിട്ട് അവർ നിർബന്ധിതരായി. നെക്സ്റ്റ് ഹെഡിങ്, എഗൻസ്റ്റ് ദ ട്രൈബൽസ്. ട്രൈബൽസ് ആരാണ്? ഗോത്രവർഗ്ഗക്കാർ. ട്രൈബൽസിനെതിരായിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ ആക്രമണം. The intrusion of the company was not limited to the agricultural sector. ഇംഗ്ലീഷുകാരുടെ ഇൻട്രൂഷൻ, അതായത് നുഴഞ്ഞുകയറ്റം അഗ്രികൾച്ചർ സെക്ടർ, കാർഷിക മേഖലയിൽ മാത്രമല്ല അവരുടെ ഇൻട്രൂഷൻ ഉണ്ടായത്. They framed several laws to exploit the forest resources. അതുകൂടാതെ അവർ ഫോറസ്റ്റ് റിസോഴ്സസ്, അതായത് വനവിഭവങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടി, എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടി സെവറൽ ലോസ്, ധാരാളം നിയമങ്ങൾ അവർ ഫ്രെയിം ചെയ്ത് കൊണ്ടുവന്നു. ദീസ് ലോസ് ഗേവ് ദി കമ്പനി അബ്സല്യൂട്ട് കൺട്രോൾ ഓവർ ദ ഫോറസ്റ്റ്. കാടിന്മേലുള്ള പൂർണ്ണ നിയന്ത്രണം ആരുടെ കീഴിലായി? ഇതോടുകൂടി ഈ ലോസൊക്കെ കൺസ്ട്രക്ട് ചെയ്തതോടുകൂടിയിട്ട്, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൂടിയിട്ട് ഈ കാടിൻ്റെ പൂർണ്ണ നിയന്ത്രണം കമ്പനിയുടെ കീഴിലായി. ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ പിന്നീട് ഈ ട്രൈബൽസിൻ്റെ, ഗോത്രവർഗ്ഗക്കാരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിങ്ങിൻ്റെ പരമ്പരാഗത കൃഷി രീതികളിൽ അത് ഒരുപാട് അഫക്റ്റ് ചെയ്തു. അവർക്ക് പഴയ പോലെ
കൃഷി ചെയ്യാനോ അതുപോലെ അവർക്ക് ഫോറസ്റ്റ് പ്രോഡക്ട്സ് ശേഖരിക്കാനോ കഴിയാതെ വന്നു. The tribal habitat was rich in mineral deposits, and to exploit these, the British constructed roads and railways to these regions. ഈ ട്രൈബൽസിൻ്റെ ആവാസ വ്യവസ്ഥ, ഹാബിറ്റാറ്റ് മീൻ ആവാസ വ്യവസ്ഥ, അവർ ജീവിക്കുന്ന സ്ഥലം, അവിടെ ഒരുപാട് മിനറൽ ഡെപ്പോസിറ്റ്സിൻ്റെ ധാതു ശേഖരമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ബ്രിട്ടീഷുകാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ആ മേഖല തിരഞ്ഞെടുത്തത്. ദ ബ്രിട്ടീഷ് കൺസ്ട്രക്റ്റഡ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ടു ദിസ് റീജിയൻ. അതുകൊണ്ട് അവർ അങ്ങോട്ടേക്ക് റോഡ്സും അതുപോലെ റെയിൽവേസും ആരംഭിച്ചു. ദീസ് മെഷേഴ്സ് ഇൻറ്റൻസിഫൈഡ് ദ മിസ്റ്ററീസ് ഓഫ് ദ ട്രൈബൽസ്. അവരുടെ ഈ തീരുമാനങ്ങളെല്ലാം ട്രൈബൽസിനെ വളരെ പ്രതികൂലമായി ബാധിച്ചു. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ് കൊടുത്തേക്കുന്നത്. ഹൗ ഡിഡ് ദ ഫോറസ്റ്റ് ക്ലോസ് ഇമ്പോസ്ഡ് ബൈ ദ കമ്പനി അഡ്വേഴ്സ്ലി അഫക്ട് ദ ട്രൈബൽ ലൈഫ്? ഡിസ്കസ്. ഈ പാരഗ്രാഫിൽ നിന്ന് ആണ് അതിൻ്റെ ആൻസർ എടുത്ത് എഴുതേണ്ടത്. എങ്ങനെയൊക്കെയാണ് കമ്പനി നിയമങ്ങൾ ട്രൈബൽസിൻ്റെ ജീവിതത്തെ അഫക്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഹെഡിങ്, എഗൻസ്റ്റ് ദ വീവേഴ്സ്. You now know that the cotton cultivation became widespread in India during the company rule, don't you? കമ്പനി റൂളിൻ്റെ കീഴിൽ ആ സമയത്ത് ഇന്ത്യയിൽ കോട്ടൺ കൾട്ടിവേഷൻ, പരുത്തി കൃഷി വൈഡ് സ്പ്രെഡായി, അതായത് ഒരുപാട് വ്യാപിച്ച് കിടക്കുന്ന സമയമായിരുന്നു. However, the handloom industry in India declined. Let us examine the reason. എന്നിരുന്നാലും ഹാൻഡ്ലൂം ഇൻഡസ്ട്രി, അതായത് കൈത്തറി ഇൻഡസ്ട്രി, ഇന്ത്യയിലുള്ള കൈത്തറി വ്യവസായം ഡിക്ലൈൻ ചെയ്തു, ഏതാണ്ട് അസ്തമിച്ച രീതിയിലായി. ലെറ്റ് us examine the reason. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ലാർജ് സ്കെയിൽ എക്സ്പോർട്ട് ഓഫ് കോട്ടൺ, ദ റോ മെറ്റീരിയൽ ഓഫ് ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ടു ബ്രിട്ടൻ. അതായത് കൈത്തറി വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസ് ഒരുപാട് ബ്രിട്ടനിലേക്ക് അവർ കയറ്റി അയച്ചു. നെക്സ്റ്റ് പോയിന്റ്, the large scale import of cheaper textiles manufactured in the British factories. ബ്രിട്ടീഷ് ഫാക്ടറികളിൽ നിർമ്മിച്ച തുണിത്തരങ്ങൾ കുറഞ്ഞ വിലയിൽ ഇന്ത്യയിലേക്ക് അവർ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്തു. നെക്സ്റ്റ് പോയിന്റ്, എക്സസീവ് ടാക്സസ് were levied on clothes made in India. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് അവർ ഉയർന്ന ടാക്സ് ചുമത്തി. അതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ ഉള്ള വസ്ത്രങ്ങൾക്ക് വളരെ ഉയർന്ന വിലയിലാണ് നമുക്ക് ആ വസ്ത്രങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. ദീസ് ഫാക്ടേഴ്സ് റെൻഡേഡ് തൗസൻഡ്സ് ഓഫ് ഇന്ത്യൻ വീവേഴ്സ് ജോബ്ലെസ്. ഈ ഫാക്ടേഴ്സ് എല്ലാം ആയിരക്കണക്കിന് വരുന്ന ഇന്ത്യൻ വീവേഴ്സിന് അവരുടെ ജോലി നഷ്ടപ്പെടാനായിട്ട് ഇടയാക്കി. നെക്സ്റ്റ് ഹെഡിങ്, ദ അപ്രൈസിങ്സ്. അപ്രൈസിങ്സ് മീൻസ് ജനകീയ വിപ്ലവം. You have identified the major occupational groups who lost their livelihood as a result of the company rule, haven't you? കമ്പനി ഭരണത്തിൻ്റെ ഫലമായി നഷ്ടം സംഭവിച്ച, അല്ലെങ്കിൽ തീരെ അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടപ്പെട്ട ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ്? ഫാമേഴ്സ്, വീവേഴ്സ്, ക്രാഫ്റ്റ്സ്മെൻ, ട്രൈബേഴ്സ്. ഇവർക്കൊക്കെയാണ് അവരുടെ ലൈവ്ലിഹുഡ് നഷ്ടമായത്. These people started rebellions against the company and the zamindars, the middlemen of the company. ഈ ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് എല്ലാവരും കമ്പനിക്കെതിരെയും അതുപോലെ സമീന്ദാസിനെതിരെയും തിരിഞ്ഞു. Though not well organized, the resistance against the company became common in different parts of the country. രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇതുപോലെയുള്ള റെസിസ്റ്റൻസ്, ചെറുത്തുനിൽപ്പുകൾ സർവ്വസാധാരണമായി കൊണ്ടിരുന്നു. Peasant revolts started at the very beginning of the company rule. കമ്പനി ഭരണത്തിൻ്റെ ആദ്യം മുതൽ തന്നെ പെസൻറ്റ് മീനിങ് കൃഷിക്കാർ അവരുടെ റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ ലഹള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. In 19th century, several rebellions broke out in Malabar. 19ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഒരുപാട് റെബല്യൻസ്, വിപ്ലവങ്ങൾ മലബാറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് വാസ് ലെഡ് ബൈ ദ മാപ്പിള ടെനൻസ് ആൻഡ് ആർ നോൺ ആസ് ദ മാപ്പിള റെബല്യൻസ്. ഇത് ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? മാപ്പിള റെബല്യൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് നയിച്ചിരുന്നത് മാപ്പിള ടെനൻസ്, മാപ്പിള കുടിയാന്മാരാണ് ഇത് ലെഡ് ചെയ്തത്. ഇറ്റ് ഈസ് നോൺ ആസ് മാപ്പിള റെബല്യൻസ്. ഇത് അറിയപ്പെടുന്നത് മാപ്പിള റെബല്യൻസ് എന്ന പേരിലാണ്. Similar uprisings burst out in Bengal and were known as Faraisi rebellions. ഇതുപോലുള്ള ജനകീയ മുന്നേറ്റങ്ങൾ ബംഗാളിലും ബേസ്റ്റ് ഔട്ടായി. ബംഗാളിലും ഇതുപോലെയുള്ള ജനകീയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇറ്റ് ഈസ് നോൺ ആസ് ഫെറൈസി റെബല്യൻ. ഇത് ഫെറൈസി റെബല്യൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്.
ബിസൈഡ്സ് ദ പെസൻസ് ദ ട്രൈബൽസ് ഓൾസോ റോസ് ഇൻ റിവോൾട്ട് എഗൻസ്റ്റ് ദ കമ്പനി. കമ്പനിക്കെതിരായിട്ട് പെസൻസിനെ കൂടാതെ, കൃഷിക്കാരെ കൂടാതെ ട്രൈബൽസും അവർക്കെതിരായിട്ട് തിരിഞ്ഞു. ദ മേജർ ട്രൈബൽ ഗ്രൂപ്പ്സ് ദാറ്റ് ഓർഗനൈസ്ഡ് റെബല്യൻസ് ആർ. പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയായിരുന്നു? ഈ റെബല്യൻസ് സ്റ്റാർട്ട് ചെയ്ത പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സ് ഏതൊക്കെയായിരുന്നു നോക്കാം. ദ ബീൽസ് ഇൻ മറാത്ത, ദ കൗലീസ് ഇൻ അഹമ്മദ് നഗർ, ദ കോൾസ് ഇൻ ചോട്ട നാഗ്പൂർ, ദ സന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്, ദ കുർച്ചിയാസ് ഇൻ വയനാട്. ഇത്രയും ട്രൈബൽസാണ് ഈ ബ്രിട്ടീഷുകാർക്കെതിരായി റെബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് സന്താൾ റെബല്യൻ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ഹെഡിങ് സന്താൾ റെബല്യൻ. ദ സന്താൾസ് were the inhabitants of the രാജ്മഹൽ ഹിൽസ് ഇൻ ദ ബംഗാൾ പ്രൊവിൻസ്. സന്താൾസ് എന്ന് പറഞ്ഞാൽ അവർ ബംഗാൾ പ്രവിശ്യയിലുള്ള രാജ്മഹൽ ഹിൽസിൽ നിന്നുള്ള ഇൻഹാബിറ്റൻസ്, കുടിയേറ്റക്കാരാണ്. The Santhal rebellion was the result of exploitation they faced from the company officials and the money lenders. സന്താൾ റെബല്യൻസ് അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ എന്തിൻ്റെ ഫലമായിട്ടായിരുന്നു? അവർ ബ്രിട്ടീഷുകാരിൽ നിന്നും അതുപോലെ മണി ലെൻഡേഴ്സ്, പൈസ കടം കൊടുക്കുന്ന ആളുകളിൽ നിന്നും, അവർക്ക് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട് അവർ പൈസ വാങ്ങിച്ച അവരിൽ നിന്നുമുള്ള ചൂഷണത്തിൽ നിന്നും ഉണ്ടായ ഉരുത്തിരിഞ്ഞ ഒരു റെബല്യനാണ് സന്താൾ റെബല്യൻ. The Rajmahal Hills witnessed the sacrifice of more than 15,000 Sandals in this rebellion. അതായത് 15,000-ഓളം വരുന്ന സന്താൾസിന് അവരുടെ ജീവൻ വെടിയേണ്ടി വന്നു. It was under the leadership of സിദ്ധു ആൻഡ് കൻഹു. സിദ്ധു, കൻഹു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അവർ ഈ റെബല്യൻ സ്റ്റാർട്ട് ചെയ്തത്. The kings and the chieftains who lost their power were another group that led rebellion. Some of them are Raja Chit Singh of Oudh, Veerapandi Kattabomman of Tirunelveli, Maruthu Pandyan of Shivaganga, Parashiraja of Malabar, Kittur Chennamma of Karnataka, Veluthambi Dalava of Travancore, Paliyathajan of Kochi. ഈ നാട്ടുരാജാക്കന്മാർക്കെല്ലാം അവരുടെ അധികാരം നഷ്ടപ്പെട്ടു. അതും ഈ റെബല്യൻസിലേക്ക് നയിക്കാനുള്ള ഒരു കാരണമായി പറയുന്നു. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം.